ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാലക് പനീറിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പാലക്ക് എല്ലാം കഴുകി വൃത്തിയാക്കിയത് നമുക്ക് കുറച്ച് വെള്ളം ചീനച്ചട്ടിയിൽ തിളപ്പിക്കാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് ഈ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റണം കേട്ടോ. ഒത്തിരി ഇട്ട് തിളപ്പിക്കരുത്, അല്ലെങ്കിൽ ആ ഇലയുടെ ആ കളറ് നമുക്ക് ആ ഗ്രീൻ കളറ് പാലക് പനീറിൽ കിട്ടത്തില്ല കേട്ടോ. അതിനാണ് ഒത്തിരി തിളപ്പിക്കരുതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്കിത് നേരെ പെട്ടെന്ന് തന്നെ ഐസ് വെള്ളത്തിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞ് നമുക്ക് അതൊരു മിക്സിയിലേക്ക് ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളകും ചേർത്ത് നമുക്കിതൊരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പനീർ വറുത്തെടുക്കണം. അതിനാദ്യം കുറച്ച് ബട്ടർ ചേർക്കുക. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ ബട്ടറിലാണ് ചെയ്തത്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഞാൻ ഈ പനീറെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കുക. അതിലേക്ക് ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ജീരകം ചേർത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചറും 1 ടീസ്പൂൺ ഗാർലിക്കും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ സവോളയാണ് കൊത്തിയരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. അത് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത്. ഇത് മല്ലിപ്പൊടിയാണ് 1 ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതും ചേർത്ത് നല്ലപോലെ വഴറ്റുക. പിന്നെ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നല്ലപോലെ വഴറ്റുക. ഞാനിത് ഓട്ടുപാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കളർ ഇങ്ങനെ അടിയിൽ മാറിയിരിക്കുന്നത്. പക്ഷേ കരിഞ്ഞ ആ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. അത് ആ പാത്രത്തിൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, അതിങ്ങനെ വരും. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പം ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ആ പനീർ, അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇപ്പോൾ എല്ലാ മസാലയും ആ പനീറിൽ പിടിക്കുന്ന രീതിയിൽ എല്ലായിടത്തേക്കും ആക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം. പക്ഷേ ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീമും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാക്കണ്ട, ഇപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രുചിയാണ്. പിന്നെ നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ ഈ കസ്തൂരി മേത്തി ചേർക്കുന്നത് കേട്ടോ. കസ്തൂരി മേത്തിയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ പാലക്ക് പേസ്റ്റാക്കി വെച്ചില്ലേ, അതും ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇട്ട് തിളപ്പിച്ചാൽ മതി, ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തത് 1 ടീസ്പൂണ് പനം കൽക്കണ്ടത്തിൻ്റെ പൊടിയാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് നാരങ്ങാ നീരും ചേർക്കുക. അപ്പോൾ നമ്മുടെ പാലക് പനീർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.